ദേശീയ രാഷ്ട്രീയത്തിലെ തിരുട്ട് ഫാമിലികളിൽ ഒന്നാം നമ്പറുകാരാണ് ലാലു പ്രസാദ് യാദവും കുടുംബവും. ബീഹാറിലും കേന്ദ്രത്തിലും ഭരണത്തിലിരുന്ന് കട്ടുമുടിച്ചത് കോടികളാണ്. ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതും ലാലു ഗ്യാങ്ങിന്റെ ഗുണ്ടായിസവും അഴിമതിയും നിറഞ്ഞ ജംഗിൾ രാജ് തന്നെ. തിരുട്ടുഗ്രാമം എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. മോഷണമാണ് അവരുടെ കുലത്തൊഴിൽ. എന്നാൽ ഈ തിരുട്ട് ഗ്രാമത്തിലെ ഇരുത്തം വന്ന മോഷ്ടാക്കൾ പോലും ദക്ഷിണ വെച്ച് തൊഴുന്ന ഒരു കുടുംബമുണ്ട് ബീഹാറിൽ. പരിചയപ്പെടാം. ജയപ്രകാശ് നാരായണന്റെയും കർപ്പൂരി താക്കൂറിന്റെയും ഒക്കെ മണ്ണ്. അഴിമതിക്കും ഏകാധിപത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ രാഷ്ട്രീയ ഭൂമിക. ഒരു കാലത്ത് ഇതൊക്കെയായിരുന്നു ബീഹാർ. എന്നാൽ അധികാര കസേരയിലേക്ക് ലാലുവിന്റെ വരവോടെ ബീഹാർ അടിമുടി മാറി. ഗുണ്ടായിസവും അഴിമതിയും സ്വജനപക്ഷപാതവും കൊള്ളയും കൊള്ളിവയ്പും സ്ത്രീപീഡനവും ബീഹാറിന്റെ മുഖമുദ്രയായി. ബീഹാർ ഉള്ള കാലത്തോളം ഞാൻ അല്ലെങ്കിൽ എന്റെ ഭാര്യ, അതുമല്ലെങ്കിൽ എന്റെ മകൻ മുഖ്യമന്ത്രി എന്നതായിരുന്നു ലാലുവിന്റെ ചട്ടം. സംസ്ഥാന ഭരണത്തിലിരുന്നും കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകളുടെ ഭാഗമായും ലാലു കുടുംബം ഉണ്ടാക്കിയത് കോടാനുകോടികളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലക്ഷണമൊത്ത തിരുട്ടു ഫാമിലിയായി ലാലു കുടുംബം മാറി. മോഷണകലയിൽ രാജ്യത്ത് തന്നെ അനുകരണീയ മാതൃകയാണ് ലാലു പ്രസാദ് യാദവ്. കന്നുകാലികൾക്ക് തിന്നാനുള്ള കാലിത്തീറ്റയിൽ നിന്ന് വരെ മോഷ്ടിക്കാം എന്ന് ആ മഹാൻ കണ്ടെത്തി. തൻ്റെ കുടുംബത്തിലേക്കും ഈ കല കൈമാറാൻ അദ്ദേഹം മറന്നില്ല. 1990-കളിൽ 950 കോടിയിലധികം രൂപയുടെ കാലിത്തീറ്റ കുംഭകോണത്തിലൂടെ രാജ്യത്തെ ഞെട്ടിച്ച ദിവ്യനാണ് ലാലു പ്രസാദ് യാദവ്. ഒന്നിലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട ലാലു പ്രസാദ് യാദവിനെതിരെ രജിസ്റ്റർ ചെയ്തു. പണി വരുന്നത് നേരത്തെ തിരിച്ചറിഞ്ഞ ലാലു രാഷ്ട്രീയത്തിന്റെ ABCD അറിയാത്ത ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കി മോഷണം തുടർന്നു. CBI അന്വേഷിച്ച കേസിൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതോടെ 2013 സെപ്റ്റംബർ മാസത്തിൽ ലാലുവിന് ജയിലിലേക്കുള്ള വഴി തുറന്നു. 2004 മുതൽ 2009 വരെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരിക്കെ ജോലിക്ക് പകരം ഭൂമി തട്ടിപ്പും ലാലുവിനെതിരെ ഉയർന്നു. ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് റെയിൽവേയിൽ ജോലി ലഭിക്കാൻ തന്റെയോ താൻ നിർദ്ദേശിക്കുന്നവരുടെയോ പേരിൽ ഭൂമി എഴുതി വാങ്ങുക എന്നതായിരുന്നു രീതി. ഈ കേസിലും CBI രംഗത്തെത്തുകയും ലാലു, ഭാര്യ റാബ്രി ദേവി, ആൺമക്കളായ തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ്, 2 പെൺമക്കൾ എന്നിവരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. കേസ് 2 എണ്ണമായതോടെ ഭാര്യയും ഭർത്താവും മക്കളും നന്നായെന്ന് കരക്കാർ കരുതിയെങ്കിൽ തെറ്റി. കട്ടും മൂട്ടിച്ചും തിന്നു ശീലിച്ച തിരുട്ട് ഫാമിലി തിരുത്താൻ തയ്യാറായില്ല. വീണ്ടും പിടിവീണു. IRCTC ഹോട്ടൽ കോൺട്രാക്റ്റിലെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ലാലു കുടുംബത്തിനെതിരായി ഉയർന്നിട്ടുള്ള മറ്റൊരു ആക്ഷേപം. 2004-2009 കാലയളവിൽ റെയിൽവേ മന്ത്രിയായിരിക്കെ ഭൂമിയും പണവും കൈപ്പറ്റി ഇഷ്ടക്കാർക്ക് ലാലു കോൺട്രാക്ട് നൽകി. 2017 കേസ് CBI ഏറ്റെടുക്കുകയും അടുത്തിടെ ഇതിൽ കുറ്റം ചുമത്തുകയും ചെയ്തു. പതിവ് പോലെ ലാലു, ഭാര്യ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ് എന്നീ മോഷ്ടാക്കൾ പ്രതിപ്പട്ടികയിൽ ഇടം നേടി. 2017 ബിനാമി പേരുകളിൽ സ്വത്തുക്കൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട തിരുട്ടു ഫാമിലിക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുകയും തട്ടിപ്പ് വെളിപ്പെടുകയും ചെയ്തു. ലാലു കുടുംബത്തിന്റെ നികുതി വെട്ടിപ്പും ഈ അന്വേഷണത്തിലൂടെ പുറത്തുവന്നു. 2023-24 കാലഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലും റെയ്ഡിലും ബീഹാറിലെ കൺകണ്ട തിരുട്ടു കുടുംബത്തിന്റെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടുകയുണ്ടായി. രേഖകൾ ചോദിക്കുമ്പോൾ കൈരേഖ മാത്രമാണ് ലാലുവിനും കുടുംബത്തിനും ഏജൻസികൾക്ക് മുൻപാകെ നൽകാൻ ഉള്ളത്. ബീഹാർ ജനത പുറങ്കാലിനടിച്ച തിരുട്ടു ഫാമിലിക്ക് വേണ്ടി അലമുറയിടുന്ന മലയാള മാധ്യമങ്ങളോടാണ്. എന്തായാലും മലയാളിക്ക് പറ്റിയ പറ്റ് ബീഹാറിക്ക് പറ്റില്ല. തിഹാർ ജയിലിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങളുടെ തേജസ്വി യാദവും പപ്പയും മമ്മിയും. എസ് ശ്രീകാന്ത്,
ജനം, ഡൽഹി.